കറുപ്പ് വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കുറെ നാളായി കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷനായി ചാർജ് എടുത്തത് മുതൽ ശ്രീ പിണറായി വിജയനെയും പാവപ്പെട്ട മരുമകനെയും എന്നും ചീത്ത വിളിക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. പിണറായിക്കിട്ട് എന്തൊക്കെ പാര പണിയാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. പണ്ട് സുരേന്ദ്രൻജി ആയിരുന്നപ്പോഴത്തേക്ക് ഈ പാടുകളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു കുഴലും പണമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ ശല്യമില്ലായിരുന്നു. ഒരു ഹെലികോപ്റ്റർ കയറി ഇങ്ങനെ പുള്ളിക്കാരൻ്റെ സ്റ്റൈലിലേക്ക് പോയിക്കൊള്ളു, കുഴപ്പമില്ലായിരുന്നു. അപ്പോഴാണ് പിണറായി രാജവംശത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജവംശം എന്നാണ് ശ്രീ ചന്ദ്രശേഖർജി പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ രാജകുമാരനായ ശ്രീ റിയാസിനും മുഖ്യമന്ത്രിക്കും കൂടെ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ മുട്ടിയത്. രണ്ടുപേരും കൂടെ ഒരു സ്മാർട്ട് റോഡ് ഉദ്ഘാടനം ചെയ്ത് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്തു. പത്രങ്ങളിലൊക്കെ ഫുൾ പേജ് പരസ്യം, നല്ല പച്ച നിറത്തിലുള്ള നല്ല പരസ്യമായിരുന്നു. പത്രങ്ങൾക്ക് പൈസ കിട്ടി, പിണറായിയുടെ PR വർക്ക് നല്ല രീതിയിൽ നടന്നു. ഇതൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മളൊരു പ്രതികരണം ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് പ്രതീക്ഷിച്ചു. നോക്കുമ്പോൾ രാത്രി 10 മണിക്കായപ്പോഴത്തേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് തീർന്നേക്കാം. ഒരു നമ്മുടെ ശ്ലോകത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കഴിച്ചു. ഇതൊക്കെ നേരത്തെ ശ്രദ്ധിക്കേണ്ടേ രാജീവ്? നേരെ നിന്നാലും എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന സഖാക്കളാണ് നമ്മുടെ നാട് മുഴുവൻ. പിന്നെയാണ് രാത്രി ഉറങ്ങിയത്. തൃശ്ശൂര് ജനിച്ചിട്ടും മുണ്ട് മടക്കി കുത്തിയിട്ടും തെറി വിളിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. ഇവിടെ കേരളത്തിലെ സ്ഥിതിഗതികളെല്ലാം വ്യത്യസ്തമാണ്. കന്നഡയിലെ പോലെ അല്ല. 10 തല വേണം രാവണനെ പോലെ. തനി രാവണൻ 10 തലയായവന്. കേന്ദ്രത്തിലെ ഓരോ മന്ത്രാലയവും കേരളത്തിന് കൊടുക്കുന്ന ഓരോ പൈസയും എവിടെ പോകുന്നു എന്നറിയണമെങ്കിൽ അവിടെയൊക്കെ അതൊക്കെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു കണക്കപ്പിള്ളയെ കൊണ്ടുവരണം. കേരളത്തിലെ BJP നേതാക്കൾക്ക് ഈ കണക്ക് വലിയ പിടുത്തമില്ല. പ്രത്യേകിച്ച് ഈ ബേബി സഖാവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയത് തൊട്ട് വന്ന അവർക്ക് ആർക്കും ഈ കണക്ക് വലിയ പിടുത്തമില്ല. പുതുതലമുറ നേതാക്കളൊക്കെ കണക്കിൽ ഇച്ചിരി പുറകോട്ടാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ കയ്യും കാലും ഒക്കെ ഇട്ട് കഴിച്ച് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കും. എന്നിട്ട് പറയും ഉത്തരം പറയും. പക്ഷെ പറയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവുന്നതാണ്. അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നല്ല കണക്കപ്പിള്ളമാരെ വെച്ച് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസ എവിടുന്നാണ് വരുന്നത്, എത്ര രൂപ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഈ അപകടം വരത്തില്ലായിരുന്നു. ആകെ പിണറായി സർക്കാരിന്റെ ചെലവ്, ഈ പത്രത്തിന് കൊടുത്ത പരസ്യത്തിന്റെ ചെലവ് മാത്രമാണ് പിണറായി സർക്കാരിന് ഈ പ്രൊജക്ട് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. BJPയിലെ കണക്കപ്പിള്ളമാർക്ക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും കണക്കും ഒക്കെ ഇച്ചിരി കുറവായതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങേ ഇങ്ങോട്ടത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നത്. ഈ ഡെപ്യൂട്ടേഷനിൽ വന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരാ, അതിനുള്ള സ്റ്റാഫിനെയും കൂടെ അവിടെ നിന്ന് കൊണ്ടുവന്നാലേ തിരുവനന്തപുരത്ത് ഓടൂ. പ്രത്യേകിച്ചും ഇദ്ദേഹം കാസർഗോഡ് നിൽക്കുമ്പോഴത്തേക്ക് കാസർഗോഡുള്ള BJPക്കാരൊക്കെ കന്നഡയിലായിരിക്കും പരസ്പരം സംസാരിക്കുന്നത്. അതാണ് നമുക്ക് കുമ്മനം രാജശേഖരൻജിക്കും രാമപിള്ള സാറിനും ശ്രീധരൻപിള്ള സാറിനൊന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. ആ കുറവ് മനസ്സിലാക്കിയിട്ടാണ് മോദിജി അങ്ങേ കന്നഡ അറിയാമെന്നുള്ള ഒരാളെ തന്നെ കർണാടകത്തിൽ നിന്ന്, അത് കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അപ്പോൾ കന്നഡ അറിയാമെന്നുള്ള ഒരാളെ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന് BJPയുടെ അധ്യക്ഷനാക്കിയത് കന്നഡ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിലകൻ പറഞ്ഞതുപോലെ 10 തല വേണം കേരളത്തിൽ എന്ത് എവിടെ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാൻ. ഇല്ലെങ്കിൽ പാടാണ്.